ഇന്നാണ് മക്കളെ ആ ഒരു ദിവസം. ഏത് ദിവസം എന്നല്ലേ? 21 ദിവസത്തെ കാത്തിരിപ്പ് അവസാനിക്കുന്ന ദിവസമാണ് ഇന്ന്. ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് ഇപ്പോൾ കിച്ചണിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചയൂണിന് നമുക്ക് കറിയായിട്ട് ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചിക്കൻ ആദ്യം തന്നെ വറക്കാനായിട്ടുള്ള പരിപാടികളൊക്കെ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. കുറേ നാളുകളായി ചിക്കൻ വറുത്ത് കറി വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വറുത്ത് കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് വറുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള സവോള, ഇഞ്ചി, പച്ചമുളക് അങ്ങനെയുള്ള അൽക്കൊലത്തെ സാധനങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മളത് കഴുകി കട്ട് ചെയ്തതിന് ശേഷം ചിക്കൻ കറി വെക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചിക്കനൊക്കെ ഞാൻ വറക്കാനായിട്ട് ഓരോ ബാച്ചുകളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം അതൊന്ന് വറുത്ത് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടുള്ളൂ, നന്നായിട്ടൊന്നും വറുത്തെടുത്തിട്ടില്ല. അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വർത്തമാനം പറയാനായിട്ട് ചേട്ടൻ അടുക്കളയിലേക്ക് വരുന്നുണ്ട്. ഇതുപോലെ പിള്ളേരുടെ ഓരോ കുസൃതികളായിട്ട് അവരുമുണ്ട്. അപ്പോൾ ഇപ്പോൾ വൈറലായിട്ടുള്ള ഒരു പാട്ട് ഇൻസ്റ്റൊക്കെ തുറന്നു കഴിഞ്ഞാൽ കേൾക്കുന്ന ഒരു പാട്ടാണ് അവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഞങ്ങൾ അടുക്കളയിലൊക്കെ നിന്ന് 2 സ്റ്റെപ്പൊക്കെ ഇടുന്നുണ്ട്. പിന്നെ അക്ഷയ് ഇപ്പോൾ വൈറലായിട്ടുള്ള മറ്റൊരു സംഭവമാണ് ഡെപ്പോസിറ്റർ എന്ന് അങ്ങോട്ടാണ് ഇതിന് പറയുക. അത് കറക്കുന്നത് അവൻ നന്നായിട്ട് അത് ചെയ്യും കേട്ടോ. അപ്പോൾ അവനും അവൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ വന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. വീണ്ടും കിച്ചണിൽ നിന്ന് പിള്ളേരൊക്കെ പോയപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ ചിക്കൻ കറിയിലേക്ക് കടന്നു. അപ്പോൾ മസാലകളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ കറിയുടെ ഡീറ്റെയിൽഡ് റെസിപ്പി ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പിന്നെ ചിക്കൻ എങ്ങനെ വെച്ചാലും ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ ക്ലൈമറ്റ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു ക്ലൈമറ്റിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നതെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കുക എല്ലാവരും നിർബന്ധമായിട്ടും. യൂറിനറി ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ലേഡീസും ജെൻസും പ്രത്യേകിച്ച് ലേഡീസാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ കറിയുടെ മസാലയൊക്കെ തയ്യാറായപ്പോൾ നമ്മൾ ചിക്കൻ അതിൽ ഇട്ട് കൊടുത്തു. ഇനി അടച്ചു വെച്ച് നമുക്ക് കുറച്ച് നേരം കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചേട്ടനും അമ്മയും കൂടിയിട്ട് അവിടെ കുറച്ച് കൂർക്കം നന്നാക്കുന്നുണ്ട്. ഇന്നലെ ചേട്ടൻ ലാഭത്തിൽ കിട്ടിയപ്പോൾ കുറച്ചധികം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നാക്കി എടുക്കുകയാണ്. അവർ രണ്ടുപേരും കഥയും പറഞ്ഞ് നന്നാക്കണുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു പരിസരത്തേക്ക് പോയില്ല. ഞാൻ അടുക്കളയിൽ നിന്ന് പണിയൊക്കെ കഴിഞ്ഞ് ഞാനും അക്ഷയും കൂടിയിട്ട് ഡെപ്പോസിറ്റർ കറക്കാൻ വേണ്ടി പഠിക്കുകയാണ്. അപ്പോൾ അവൻ എന്നെ കുറേ നേരമായിട്ട് പഠിപ്പിച്ച് തരുന്നുണ്ട്, ഇങ്ങനെയാണ് കറക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അവൻ 2 ടവല് കൂടിയിട്ട് കൂട്ടി കെട്ടി നനച്ചതിന് ശേഷമാണ് ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ. എന്തായാലും അവൻ ആ ഒരു സ്കില്ലുണ്ട്. പക്ഷേ എനിക്ക് ആ ഒരു സ്കില്ല് അങ്ങോട്ട് കറക്കിയിട്ടുണ്ട് എടുക്കാനായിട്ട് പറ്റിയില്ല. നമ്മളെ പ്രാക്ടീസ് കുറവാണ്. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ചിലപ്പോൾ അത് വഴങ്ങിയെന്നൊക്കെ വരാം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന 21 ദിവസത്തെ കാത്തിരിപ്പ് ഇതാണ് കേട്ടോ. നമ്മൾ വൈനിട്ട് വെച്ചിട്ട് ഇന്നാണ് ആ ഒരു 21 ദിവസം ആവുന്നത്. അപ്പോൾ നമ്മൾ വൈൻ്റെ ആ ഒരു ഭരണി ഇന്ന് നമ്മൾ തുറന്ന് നോക്കാൻ പോവുകയാണ്. തുറന്ന് നോക്കിയപ്പോൾ കാത്തിരിപ്പൂവിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് ആദ്യം മുകളിൽ കാണുന്നത്. അപ്പോൾ ഒരു കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളൊരു വട്ടകയിലേക്ക് നല്ല വൃത്തിയുള്ള ഒരു തോർത്ത് വെച്ചിട്ട് അതിലേക്കാണ് ഇത് അരിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 2-3 ട്രിപ്പായിട്ടാണ് നമ്മളിതുപോലെ തോർത്ത് മുണ്ടിൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യം നമ്മൾ വൈകിട്ട് ആ ഒരു 2-3 ദിവസം നല്ലൊരു സ്മെല്ല് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ആ ഒരു മണം കുറഞ്ഞു വന്നു. ഇപ്പോൾ വൈൻ്റെ ആ ഒരു ഭരണി തുറന്നപ്പോഴാണ് കറക്റ്റ് ആ ഒരു വൈൻ്റെ ആ ഒരു നല്ല സ്മെല്ല് മൂക്കിലേക്ക് അടിക്കാനായിട്ട് തുടങ്ങിയത്. ഏകദേശം 4 കുപ്പി വൈനാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വൈൻ്റെ റെസിപ്പിയൊക്കെ മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വൈൻ ഉണ്ടാക്കിയെന്നൊക്കെ അറിയാം. വൈൻ്റെ ടേസ്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങോട്ട് വീര്യം കൂടുതലൊന്നുമില്ല, പക്ഷെ നമുക്ക് കഴിക്കാം. ഒരു ചെറിയൊരു തരിപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു വൈൻ തന്നെയായിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ ഇത്തവണ ഒരു പ്ലം കേക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും മുറിച്ചു. അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസ് നമ്മളങ്ങനെ വൈനും പ്ലം കേക്കൊക്കെ കൂട്ടി അങ്ങോട്ട് ആരംഭിച്ചിരിക്കുകയാണ് കേട്ടോ. എല്ലാ പ്രാവശ്യത്തേക്കാളും സ്പെഷ്യലാണ് ഇത്തവണത്തെ നമ്മുടെ ക്രിസ്മസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടാണ് വൈൻ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോകുന്നതും ആദ്യമായിട്ടാണ്. നമ്മുടെ വീട്ടിൽ മാല ബൾബൊക്കെ ഇട്ടും ചെറിയ സ്റ്റാറൊക്കെ ഇട്ടിട്ട് അലങ്കരിക്കാറുണ്ടെങ്കിലും ക്രിസ്മസ് ട്രീയും അതുപോലെ തന്നെ ഈ ഒരു വൈനൊക്കെ ഉണ്ടാക്കൽ ഇത്തവണ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വൈൻ ഉണ്ടാക്കി അവിടെ കഴിഞ്ഞു. അതിനുശേഷം ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഉച്ച തിരിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അച്ചാച്ചനും മോളും അവിടെ നല്ല കളി പാസ്സാക്കുന്നുണ്ട്, ഷട്ടിൽ കളിക്കുകയാണ്. പലരും നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് പലർക്കും ഒരു സംശയമുള്ളൊരു കാര്യമാണ്, നമ്മുടെ വീട്ടിൽ നമ്മൾ 4 പേര് മാത്രമേ ഉള്ളൂ എന്നുള്ളത്. നമ്മൾ 4 പേര് മാത്രമല്ല, ചേട്ടൻ്റെ അച്ഛനും അമ്മയുണ്ട്. അപ്പോൾ അവർ പണ്ടത്തെ വീഡിയോസിലൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെറിയൊരു ഷോർട്സിലും കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ കടന്നു പോകുന്ന ആൾക്കാരാണ്. എങ്കിലും മുഴുവനായിട്ടൊന്നും വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവാറില്ല. അപ്പോൾ എന്തായാലും ഇന്ന് ആ ഒരു സംശയം കൂടി ഞാൻ തീർത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ നമ്മൾ 6 പേരാണുള്ളത്. നമ്മൾ തൃശ്ശൂർ പോയിട്ടാണ് ഈ ഒരു ട്രീ ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. വളരെയധികം വിലക്കുറവിൽ നമുക്ക് തൃശ്ശൂർ പോയപ്പോൾ കിട്ടി. ഏകദേശം 500 രൂപയുടെ താഴെയാണ് നമുക്ക് ട്രീ ഉണ്ടാക്കാനായിട്ടുള്ള ചിലവ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. റെഡിമെയ്ഡ് ട്രീ വാങ്ങിക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ തൃശ്ശൂർ പോയതെങ്കിലും അവിടെ പോയിട്ട് റെഡിമെയ്ഡ് ട്രീയുടെ വില കണ്ടപ്പോൾ പിന്നെ എൻ്റെ കണ്ണ് തള്ളി. അപ്പോൾ പിന്നെ എന്തായാലും ഈ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തു. അങ്ങനെ നമ്മൾ വാങ്ങിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കസേര വെച്ചിട്ട് അതിൻ്റെ മുകളിൽ 4 വടി വെച്ച് കെട്ടി അങ്ങനെയൊക്കെയാണ് ഈ ഒരു ട്രീ സെറ്റപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ.
കണ്ടപ്പോൾ ആദ്യം ഉണ്ടാക്കി വന്നപ്പോൾ വലിയൊരു എയിമൊന്നും തോന്നിയില്ല. പക്ഷേ ഇതുപോലെ ഫുള്ള് പച്ച കളറുള്ള ആ ഒരു അരങ്ങൊക്കെ ചുറ്റി അതിൽ അലങ്കാരപ്പണികളൊക്കെ ചെയ്തപ്പോഴാണ് ഏകദേശം ഒരു ട്രീയുടെ ലുക്കൊക്കെ നമുക്ക് കിട്ടി തുടങ്ങിയത് കേട്ടോ. പക്ഷേ പൂർണ്ണമായിട്ടും അങ്ങോട്ട് ശരിയായിട്ടില്ല. മുകൾ ഭാഗമൊക്കെ നല്ല കോലായിട്ടുള്ള പോലെയാണ് തോന്നുന്നത്. അടിഭാഗമൊക്കെ കാണുമ്പോൾ ഓക്കെ കറക്റ്റായിട്ട് ഒരു ട്രീയുടെ ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇതിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി ഭംഗിയുണ്ടാവും, രാത്രി കാണാനായിട്ട് ഒന്നുകൂടി ഭംഗിയുണ്ടാവും. എന്തായാലും നമ്മൾ ഇത്തവണ ആദ്യമായിട്ട് ചെയ്തതല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ പാകപ്പിഴകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം തിരുത്തി ഒന്നുകൂടി നല്ലൊരു ട്രീ ആക്കി മാറ്റാന്നുള്ള കണ്ടീഷനിലാണ് ഇതൊക്കെ ചെയ്തത് കേട്ടോ. ചെയ്ത് വന്നപ്പോഴേക്കും എന്തായാലും അത്യാവശ്യം നല്ലൊരു ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാനിവിടെ ആ ഒരു ട്രീമെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പിടിപ്പിക്കുന്നുണ്ട്. ആദ്യം ഞങ്ങൾ തുന്നി ചേർക്കാമെന്നൊക്കെയാണ് വിചാരിച്ചത്, പക്ഷെ അതൊന്നും നടപ്പാവുന്ന രീതിയല്ല. അവസാനം ഞാൻ സ്റ്റാപ്ലർ വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അടിച്ച് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതുമേ ഗിഫ്റ്റുകളുണ്ട്, അതുപോലെ തന്നെ ചെറിയ ബെല്ലുകളുണ്ട്, ബൗൾസ് ഉണ്ട്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വെച്ച് സെറ്റായിട്ടുണ്ട്. ഏകദേശം ഒരു ക്രിസ്മസ് വൈബ് തന്നെയാണ് ഇപ്പോൾ വീട്ടിൽ. കാരണം വൈകുന്നേരം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ടിലൊക്കെ നിറച്ച് ലൈറ്റാണ്, മാല ബൾബും അതുപോലെ തന്നെ ട്രീയുടെ ആ ഒരു ഭംഗിയും ഒക്കെ കാണാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങളുടെ ക്രിസ്മസ് ഇതാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയാണ് ഇത്തവണ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. അവസാനമായിട്ട് ചേട്ടൻ അതുമ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാനായിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ. ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, ഇനി ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്യാനൊക്കെ ആയിട്ട് മറക്കരുത്. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രചോദനം. അപ്പോൾ അടുത്തൊരു കിട്ടില്ല വീഡിയോ ആയിട്ടോ വ്ളോഗായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണണം കേട്ടോ. ഫൈനലി നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ലൈറ്റും കൂടി ഇട്ടപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ക്രിസ്മസ് വൈബായി. പിന്നെ കല്യാണിയുടെ പാട്ടും കൂടി ആയപ്പോൾ എല്ലാം പൂർത്തിയായി. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ.